ഹലോ, എന്തു പറ്റി? ആകെ ഒരു നിരാശയിലാണല്ലോ. കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ തള്ളിപ്പറഞ്ഞല്ലേ? ജീവിതത്തിലൊരു തോൽവിക്ക് തുല്യമായ അവസ്ഥ വന്നപ്പോൾ കൂടെ നിൽക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചവർ തള്ളിപ്പറഞ്ഞിട്ട് പോയല്ലേ? നിന്നെ ദൈവം തോൽപ്പിക്കാനല്ല ഈ ഒരവസ്ഥ ജീവിതത്തിൽ അനുവദിച്ചത്. ചിലത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സുഖകാലത്തിരിക്കുമ്പോൾ നമ്മൾ പലതും തിരിച്ചറിയത്തില്ല, ചിലത് പഠിക്കത്തില്ല. എല്ലാവരെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ, വീഴ്ച വരുമ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് അല്ല, നമ്മെ ആത്മാർത്ഥമായി ആരെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരണം, ഒരു പരാജയം വരണം. പരാജയം വരുമ്പോൾ ആത്മാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്നവർ നമ്മൾ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കും. എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യൊന്നുമില്ല, ചൂണ്ടിക്കാണിക്കും. നീ ചെയ്തത് തെറ്റാട്ടോ, തെറ്റാന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നില്ല, നമ്മെ ചേർത്ത് പിടിക്കും. ആ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നാം എത്തുന്നത് വരെ നമ്മെ ചേർത്ത് പിടിച്ച് ആ പരാജയത്തിലും വിജയത്തിലും നമ്മുടെ നെഞ്ചോടവർ ചേർന്ന് നിൽക്കും. ഇതാണ് ആത്മാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത. അല്ലാത്തവർ സന്തോഷകാലത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും, സന്തോഷം മാറി ദുഃഖം വരുമ്പോൾ പതുക്കെ നമ്മളെ വിട്ട് എസ്കേപ്പായി മാറും. യേശു കർത്താവിനെ നിങ്ങളൊന്ന് നോക്കണേ. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് ചെറിയൊരു സാഹചര്യം പ്രതികൂലമായിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഞാനിവനെ അറിയത്തില്ലെന്ന് 3 വട്ടം തള്ളി പറഞ്ഞു. ഇതുപോലെ ഒത്തിരി അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ? എന്നാൽ ഇന്ന് നാം അനുഭവിക്കുന്ന ഈ വേദനയിലൂടെ കർത്താവ് നമ്മെ കടത്തിവിട്ടത് ആരാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എന്ന് പഠിപ്പിക്കാനും യേശു കർത്താവ് എല്ലാ നാളും നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ്. അതുകൊണ്ട് ഇന്നത്തെ പരാജയം കണ്ട് വേദനിക്കൊന്നും വേണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട. കർത്താവുണ്ട് കൂടെ. ആത്മാർത്ഥമായിട്ടുള്ളവരെ തിരിച്ചറിയാൻ ദൈവം തന്ന അവസരമായിട്ട് കണ്ടാൽ മതി. ഗോഡ് ബ്ലെസ് യു. ആമേൻ.